പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് കേരള അടിസ്ഥാന പാഠാവലി അതിൽ ഒന്നാമത്തെ യൂണിറ്റ് മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ ആദ്യത്തെ സ്വന്തം ഭാഷ, അതിനുശേഷം മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്നീ പാഠഭാഗങ്ങളും അതിലെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറയുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഈ മക്കളെ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കല്ലേ. ഇവിടെ ഒന്നാമത്തെ ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്നൊരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ്. രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യം ഉള്ളവരെ അവിടെ വിളിച്ചു വരുത്തി. എന്തൊരത്ഭുതം! വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു. ഓരോന്നും സ്വന്തം മാതൃഭാഷയെന്ന് തോന്നിക്കുമാറ് നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം. രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താക്കുഴപ്പം. വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട്. ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോട് ആവശ്യപ്പെട്ടു. രാമൻ വിദ്വാന്റെ അടുത്തെത്തി. എന്നിട്ട് എന്തു പറഞ്ഞു? ചവിട്ടി അല്ലേ? ചവിട്ടിയപ്പോൾ അമ്മ നിലവിളിച്ചു. ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ചർച്ച ചെയ്യുക. ഏത് ഭാഷയാണ് മനസ്സിലാവുന്നത്? അപ്പം അതിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ എഴുതാം. എത്ര ഭാഷകളിൽ പ്രാവീണ്യമുണ്ടെങ്കിലും നാം ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതുമെല്ലാം നമ്മുടെ മാതൃഭാഷയിലായിരിക്കും. കാലിൽ ഒരു മുള്ളുകൊള്ളുകയോ കല്ലിൽ തട്ടി വീഴാൻ തുടങ്ങുകയോ അപ്രതീക്ഷിതമായി ഭയപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ വികാരം നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ പുറത്തു വരുന്നത് മാതൃഭാഷയിലായിരിക്കും. ആരും ഇംഗ്ലീഷിലേക്ക് അറിയില്ലല്ലോ അല്ലേ? വിവിധ ഭാഷകളിൽ പണ്ഡിതനായ ഒരാളുടെ മാതൃഭാഷ കണ്ടെത്താൻ അപ്രതീക്ഷിതമായി അയാളുടെ കാലിൽ ചവിട്ടുകയാണ് തെന്നാലി രാമൻ ചെയ്തത്. ആ വേദനയിൽ അമ്മയെന്ന് വിളിച്ച് അയാൾ അറിയാതെ നിലവിളിച്ചു. മാതൃഭാഷയിലാണ് അയാൾ നിലവിളിച്ചത്. സന്തോഷമായാലും സങ്കടമായാലും നമ്മുടെ വികാരങ്ങളെ ശക്തമായി പ്രതിഫലിപ്പിക്കാൻ മാതൃഭാഷ കൂടിയേ തീരൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, അല്ലേ? ഇനി അടുത്തത് നമുക്ക് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. വായിക്കാൻ പറയാം. കുട്ടിക്കാലത്ത് ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഈ പാഠഭാഗത്തിൽ ഏതാ സൂചിപ്പിക്കുന്നത്? ഇതാണ് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും ഒക്കെ നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി നാം അറിയുന്നു. അതായത് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്, അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു? ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും, നിലാവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ കുളിർമയുമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്നാണ് പറയുന്നത്, അല്ലേ? ഇനി അടുത്തത്, ഭാഷ നമ്മുടെ മനസ്സിൽ എത്തിക്കുന്നത് എന്തെല്ലാമാണ് എത്തിക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. പുഴയുടെ തണുപ്പും കുളിരും അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് പുഴ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്, അല്ലേ? ഇനി അടുത്ത ചോദ്യം ബന്ധപ്പെടുത്തി പറയാം. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു. ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം എന്നിവയുമായി ചേർത്ത് പറയാമോ? അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ, ദോശ എന്ന് പറയുമ്പോൾ അമ്മ വീട്ടിൽ ദോശ ചുടുമ്പോഴുണ്ടാകുന്ന ശബ്ദവും അതിൻ്റെ മണവും രുചിയും രൂപവും എല്ലാം ഒരു ചിത്രം പോലെ നമ്മുടെ മനസ്സിൽ തെളിയുന്നു, അല്ലേ? മഴ എന്ന് കേൾക്കുമ്പോൾ മഴ പെയ്യുന്ന കാഴ്ച, ശബ്ദം, നനവ്, കുളിർ, ഗന്ധം, കുട, ചെളി, കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ ശബ്ദം, ഇവയെല്ലാം നമുക്ക് ഓർമ്മ വരും, അല്ലേ? അപ്പം അതാണ് മണം, രുചിയൊക്കെ വെച്ചിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നത്. കാണാത്തത് കാണാം. ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട്. അവർക്കൊരു കാരണം കിട്ടിയാലോ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണത് പോലാകും. ഇവിടെ നായയെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ അല്ല, ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതയിൽ സാന്ദർഭികമായി പറഞ്ഞ വരി നോക്കൂ. പണ്ടൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇതിപ്പോൾ ചൊല്ലായി തീർന്നിട്ടുണ്ട്. ഈ ചൊല്ല് പാണ്ഡൻ നായയുടെ പല്ലിനെയോ ശൗര്യത്തെയല്ല,
പരാമർശിക്കപ്പെട്ട ആളിന് വന്നു ചേർന്ന ശക്തിക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തുടർന്ന് കൊടുത്തിട്ടുള്ള ചൊല്ലുകളിൽ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി ഇവ പട്ടിക പൂർത്തിയാക്കണം. പണ്ടൻ നായയുടെ പല്ല്. അതിലെ പരിചിത വസ്തുക്കൾ നായ, പല്ല്, ശൗര്യം. ഒരു കാലത്തെ കരുത്തനായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല. അതുപോലെ ഗതി കെട്ടാൽ പുലി പുല്ല് തിന്നും. അതിൽ പരിചിത വസ്തുക്കൾ ഏതാ? പുലി, പുല്ല് ഇതൊക്കെയാണ് അല്ലേ? ബാക്കി എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ. മനസ്സിലുണ്ടാകുന്ന ആശയം ഒരിക്കൽ പോലും ചെയ്യില്ല എന്നുറപ്പിച്ച കാര്യങ്ങൾ ഗതികോട് കണ്ട് ചെയ്തു പോകും. അതാണ് അതിൻ്റെ ആശയം. ഇനി പിന്നെന്താണ്? നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലിനെ എങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കണം. ഏതാ പഴഞ്ചൊല്ല്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, മുറ്റ മുല്ല മണം. അല്ലേ? ഏറ്റവും വേഗത്തിലും ഏതവസരത്തിലും ലഭ്യമാകുന്ന കാര്യങ്ങളോട് താല്പര്യക്കുറവ് എന്നാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. ഇടിവെട്ട് പാമ്പ് കടി. ഒരു അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്ക് മറ്റൊരു അപകടം കൂടി വന്നു ചേരുന്ന അവസ്ഥയാണ്. അല്ലേ? ഇനി അടുത്തത് ഹൃദയത്തിൻ്റെ ഭാഷ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ ഒരു ഭാഗം വായിക്കാം. അബ്ദുൽ ഖാദർ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു, വലിയ വ്യാകരണക്കാരനും. പണ്ടൊരിക്കൽ ഇവൻ ഉമ്മയോട് പറഞ്ഞു, മാതാവെ കുറച്ച് ശുദ്ധജലം തന്നാലും. അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി. ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു, നീ അങ്ങനെ പറഞ്ഞാൽ മതിയടാ, നീ എന്നെ എന്തെന്ന് വിളിക്കും? പിതാവെന്ന്. അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു. പിന്നെ അവൻ ഉമ്മ എന്നും ബാപ്പ എന്നേ വിളിച്ചിരുന്നുള്ളൂ. മാതാവേ പിതാവേ എന്ന് വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ട് അടിക്കാൻ എന്തായിരിക്കും കാരണം? നിങ്ങൾ മാതാപിതാക്കൾ എന്താണ് വിളിക്കാറുള്ളത്? കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും? ചർച്ച ചെയ്യുക. എങ്ങനെ വിളിക്കും? അല്ലേ? അച്ഛ, അമ്മ, ഉപ്പ, വാപ്പ എന്നൊക്കെ മക്കൾ വിളിക്കുന്നത് എത്ര സ്നേഹത്തോടെയാണ്. അബ്ദുൽ ഖാദർ അച്ചടി ഭാഷയിലാണ് ഉമ്മയോട് സംസാരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയായി അത് അനുഭവപ്പെടുന്നില്ല. അമ്മയെ കുറച്ച് വെള്ളം താ എന്ന് സംസാര ഭാഷയിൽ പറയുമ്പോഴാണ് ഭാഷ ഹൃദ്യമായ അനുഭവപ്പെടുക. മാതാവേ എന്ന് വിളിക്കുന്നതിനേക്കാൾ കേൾക്കാൻ ഉമ്മയ്ക്ക് ഇഷ്ടം ഉമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. അപ്പം നിങ്ങൾ മാതാപിതാക്കൾ എന്താണ് വിളിക്കാറുള്ളത്? കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും? അപ്പോൾ മനു എന്ന കുട്ടി എഴുതിയ കാര്യമാണ് ഇവിടെയുള്ളത്. അച്ഛ, അമ്മ എന്ന് തന്നെയാണ് വിളിക്കുക. സ്നേഹം കൂടുതൽ തോന്നുമ്പോൾ അമ്മയെ അമ്മക്കുട്ടി എന്നും അമ്മൂസ എന്നും ഞാൻ വിളിക്കാറുണ്ട്. അച്ഛനെ അച്ഛൻ കുട്ട എന്നും അച്ചാച്ചി എന്നും വിളിക്കാറുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഇനി നോക്കൂ, നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ നോക്കൂ. നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കും, അയാളുടെ തലച്ചോറിൽ കടക്കുന്നു. അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കും, അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നുവെന്ന് നെൽസൺ മണ്ടേല. അതായത് മാതൃഭാഷയിൽ നമ്മൾ സംസാരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അല്ലേ? അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് അടുത്ത പാഠഭാഗം അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.